عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസി, ജീവിതത്തിൻ്റെ സാർവത്രികമായ മേഖലകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും അവന്റെ അന്ത്യദൂതൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത മാതൃകകളും പിന്തുടർന്ന് ജീവിക്കുവാൻ, അതിലൂടെ അല്ലാഹുവിൻ്റെ പ്രീതിയും പരലോകമോക്ഷവും നേടിയെടുക്കാൻ നിരന്തരമായ ശ്രമങ്ങൾ നടത്തണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന, ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്നു. സഹോദരന്മാരെ, ആനുകാലികമായ സംഭവ വികാസങ്ങളെ ഈമാനികമായ കണ്ണിലൂടെ, കാഴ്ചയിലൂടെ നോക്കിക്കാണുകയും അതിൽ മുസ്ലിം എന്ന നിലയിൽ സവിശേഷമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിം പൊതുജീവിതത്തിൽ വളരെ പ്രധാനമാണ്. അത് ഈമാനിന്റെയും തഖ്വയുടെയും ഭാഗമാണ്. അടുത്തിടെ നമ്മുടെ രാജ്യത്ത് കോളിളക്കമുണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ, കേരളക്കാരിയായ മലയാളിയായ ഒരു സ്ത്രീ യമനിലെ സന്നായിൽ നഴ്സായി ജോലി ചെയ്യുകയും പിന്നീട് അവർ തദ്ദേശീയനായ തലാൽ മഹ്ദി എന്ന പേരിലുള്ള ഒരു സഹോദരനുമായി ചേർന്ന് അവിടെ ഒരു ക്ലിനിക്ക് നടത്താൻ ആലോചിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പണം മുടക്കി ക്ലിനിക്കുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ ഒരുമിച്ച് ഒത്തുചേർന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തമ്മിൽ തർക്കമുണ്ടാവുകയും ഒടുവിൽ വർത്തമാന മാധ്യമങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാവുന്നതനുസരിച്ച് അവർ ഈ തലാൽ മഹദി എന്ന യമനി പൗരന് മയക്കുമരുന്ന് കൊടുത്ത് അനേക കഷ്ണങ്ങളായി വെട്ടിനുറുക്കി മറ്റൊരു പെൺകുട്ടിയുടെ കൂടി സഹായത്തോടെ വകവരുത്തിയതായ ഒരു സംഭവം. അതിന് പലതരത്തിലുള്ള വിശദീകരണങ്ങളാണ് അതിലുള്ളതെങ്കിലും 2017 നടന്ന ഈ സംഭവം 2023 യമനി കോടതി ഈ പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിക്കുകയുണ്ടായി. അതിനുശേഷം വധശിക്ഷയിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടി പലതരത്തിലുള്ള ദേശീയ അന്തർദേശീയ ഇടപെടലുകളും നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ബഹുമാന്യനായ ഉസ്താദ് AP അബൂബക്കർ മുസ്ലിയാർ അവർകൾ, അദ്ദേഹം യമനിലെ ഒരു പ്രമുഖ സൂഫി പണ്ഡിതനുമായുള്ള പ്രത്യേക ബന്ധത്തിന്റെ പേരിൽ അവിടുത്തെ ഗവൺമെന്റിൽ ഇടപെടുകയും
അങ്ങനെ താൽക്കാലികമായി ആ വിധി മരവിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ പശ്ചാത്തലത്തിൽ നമ്മൾ ഇതിനെ വിലയിരുത്തുമ്പോൾ ഒരു മനുഷ്യ ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കോടതി മറ്റൊരു മനുഷ്യജീവനെ വധിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. ആ ജീവനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മറ്റു ചിലർ ഇടപെടലുകൾ നടത്തുന്നു. മനുഷ്യജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള അപ്പുറവും ഇപ്പുറവും നിന്നുള്ള ഇത്തരം ഇടപെടലുകൾ, ഇതിനെ വിശദമായി നമ്മുടെ ഈമാനികമായ ഇസ്ലാമികമായ വീക്ഷണകോണിലൂടെ പരിശോധിക്കേണ്ടതുണ്ട്. എ.പി. അബൂബക്കർ മുസ്ലിയാരുടെ ഈ ഇടപെടൽ ശ്ലാഘനീയമാണ്, അഭിനന്ദനാർഹമാണ്. പക്ഷെ നമ്മളിവിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇത് രാജ്യത്ത് മീഡിയകളിൽ പലതരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഇടപെടൽ അത് അഭിനന്ദനാർഹമാണെന്ന തരത്തിൽ ഒരു ഭാഗത്തും, മറുഭാഗത്ത് സംഘപരിവാർ മീഡിയകൾ വ്യാപകമായി ഇത് ദേശീയ തലത്തിലുള്ള ഞങ്ങളുടെ സർക്കാരിന്റെ ഇടപെടലാണ് എന്ന അർത്ഥത്തിലും ഇടപെടുകയും മുസ്ലിം ഇടപെടൽ എന്ന അർത്ഥത്തിൽ അതിനെ സഹിഷ്ണുതയോടെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ മീഡിയകളിൽ, സൈബർ തലങ്ങളിൽ യുദ്ധങ്ങൾ നടത്തുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ദുരനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. മതേതരത്വം തെളിയിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന വലിയ ശ്രമങ്ങൾ നല്ലതാണ്. അത് തെളിയിക്കാൻ വേണ്ടിയല്ല, മനുഷ്യ സ്നേഹത്തിന്റെ ഭാഗമായിട്ടുള്ളതാണെങ്കിൽ അഭിനന്ദനാർഹമാണ്. ഈ കെട്ടകാലത്തെ സംഘപരിവാർ ഭീകരാക്രമണങ്ങളുടെയും തല്ലിക്കൊലകളുടെയും ദുഷ്പ്രചാരണങ്ങളുടെയും പിശാചുവൽക്കരണത്തിന്റെയും കാലത്ത് ഒരു അമുസ്ലിമായ സഹോദരന് വേണ്ടി, സഹോദരിക്ക് വേണ്ടി ഇടപെട്ടാൽ നമ്മുടെ ഇമേജ് മാറിക്കിട്ടും. എല്ലാവരും പിന്നെ നമ്മളെ സഹോദരന്മാരായി കാണും. നമ്മൾ കൂടുതൽ മതേതരരായി പൊതുസമൂഹത്തിൽ മുദ്ര ചെയ്യപ്പെടും. അതുകൊണ്ട് നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കുന്നത് കൂടുതൽ ആയാസരഹിതമാകും, സുഖകരമാകും എന്ന് വിചാരിച്ചുകൊണ്ടാണെങ്കിൽ ആ വിചാരം അസ്ഥാനത്താണ്, മൗഢ്യമാണ്. എന്നാൽ നമ്മുടെ ഈ ഇടപെടലുകൾ ഇത് പൊതുസമൂഹത്തിലെ മനുഷ്യർ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന നിലയിൽ എല്ലാ ജനവിഭാഗത്തിന്റെയും പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിന്റെ ഭാഗമായി ഉള്ള ഇടപെടലാണെങ്കിൽ അത് സന്തുലിതമാണ്, അത് ബാലൻസ് ചെയ്യപ്പെടുന്നതാണ്, അത് നീതിപരമാണ്. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. ആ കൂട്ടത്തിൽ നിമിഷപ്രിയയും ഉൾപ്പെടും. എന്നാൽ നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മളുടെ ഇടപെടലുകൾ മുസ്ലിം പണ്ഡിതന്മാരും നേതാക്കന്മാരും പൊതുപ്രശ്നങ്ങളിൽ ഇടപെടുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഈ പറഞ്ഞതുപോലെ പൊതുസമൂഹത്തിന്റെ സാർവത്രികമായ, പ്രത്യേകിച്ച് മതമോ ജാതിയോ വർഗമോ വർണ്ണമോ നോക്കാത്ത നിലയിൽ എല്ലാവരുടെയും പ്രശ്നത്തിൽ ഇടപെടണം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം ഇരകളുടെ സമൂഹമായി നിലകൊള്ളുന്നത് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങളുടെ പ്രശ്നത്തിലും ഇടപെടാൻ നമുക്ക് കഴിയണം. നമ്മുടെ പണ്ഡിതന്മാർക്കും നേതാക്കന്മാർക്കും മുസ്ലിം പ്രശ്നങ്ങളിൽ ഇടപെടാൻ വല്ലാത്ത വൈമനസ്യവും ഭയവും അനുഭവപ്പെടുന്ന ഒരു കാലമാണിത്. നിമിഷപ്രിയമാരുടെ പ്രശ്നത്തിൽ ഇടപെട്ടാൽ നമുക്ക് കൂടുതൽ ഇമേജ് ഉണ്ടാകും, നമുക്ക് കൂടുതൽ അതിലെ മൈലേജ് ഉണ്ടാകും, നമുക്ക് സ്വീകാര്യതയുണ്ടാകും എന്ന അർത്ഥത്തിൽ അത് മാത്രം ഇടപെടുകയും സമാനമായ മുസ്ലിം പ്രശ്നങ്ങളെ മാറ്റി നിർത്തുകയും ചെയ്യുന്നത് അന്യായമായിട്ട് നമുക്ക് വിലയിരുത്തേണ്ടി വരും.
എന്ന് വിചാരിച്ച് എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഇടപെടൽ തെറ്റാണെന്നോ അത് വില കുറച്ച് കാണണമോ എന്നോ അല്ല അതിന്റെ അർത്ഥം. പക്ഷെ നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കന്മാരും മുസ്ലിം പ്രശ്നങ്ങളിൽ നിന്നും വിമുഖരായി നിൽക്കുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനുള്ള അമിതമായ ഉത്സാഹവും വ്യഗ്രതയും അത് ചില മാനസികമായ അസുഖങ്ങളുടെ ലക്ഷണം കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, എത്രയോ ആളുകളാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രണ്ടാളുകൾ ഒരു അഹമ്മദാബാദ് സ്ഫോടന കേസിന്റെ പേരിൽ ഇപ്പോൾ വധശിക്ഷ കാത്തു കിടക്കുകയാണ്. ഈരാറ്റുപേട്ട സ്വദേശികളായ ഷാദുലി ഷിബിലി സഹോദരന്മാര് അവിടെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട്. പരപ്പനങ്ങാടി സ്വദേശിയായ ഒരു സക്കരിയ വർഷങ്ങളോളം അന്യായമായ തടങ്കലിൽ കഴിയുന്നുണ്ട്. മതപണ്ഡിതനായ കരമന അഷ്റഫ് മൗലവി ജാമ്യം കിട്ടാതെ ജയിലിൽ കഴിയുന്നുണ്ട്. ഈ അബൂബക്കർ എന്ന ഒരു മുസ്ലിം പണ്ഡിതൻ നേതാവ്, അദ്ദേഹം അർബുദബാധ അനുഭവിച്ചിട്ട് ജയിലിൽ തടങ്കലിൽ കഴിയുന്നുണ്ട്. അതേപോലെ ഒരുപാട് നൂറുകണക്കിന് മുസ്ലിം നേതാക്കന്മാരും യുവാക്കളും നിരപരാധികളായി കരുതൽ തടങ്കലിൽ കഴിയുന്ന കാലമാണ്. ആർക്കെങ്കിലും വേണ്ടി നമ്മൾ ഇടപെടുന്നുണ്ടോ? ശബ്ദിക്കുന്നുണ്ടോ? അന്വേഷിക്കുന്നുണ്ടോ? അവർക്ക് നീതി കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നുണ്ടോ? അവർക്കുമില്ലേ ഭാര്യയും മക്കളും കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ. അവർക്കുമില്ലേ മനുഷ്യാവകാശങ്ങൾ? അവർ മുസ്ലിം ആയിപ്പോയതിന്റെ പേരിൽ ശബ്ദിക്കാൻ പേടിക്കാൻ പാടുണ്ടോ? മല്ലം യഹ്തമ്മ ബി അംറിൽ മുസ്ലിമീന ഫലൈസ മിൻഹും. മുസ്ലിമീങ്ങളുടെ പ്രശ്നങ്ങളെ പ്രാമുഖ്യത്തോടെ കാണാത്തവൻ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ? എത്രയേറെ ആയത്തുകളും ഹദീസുകളുമാണ് സ്വന്തം സഹോദരന്മാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ട് നമുക്കതിന് കഴിയുന്നില്ല? അത് നമ്മെ ബാധിച്ചിട്ടുള്ള ചില ഭയങ്ങളാണ്. സഹോദരന്മാരെ, ഇവിടെ യമൻ കോടതി അവിടെ വിധിച്ചിട്ടുണ്ട് ഈ പെൺകുട്ടിയെ വധശിക്ഷയ്ക്ക് ഇരയാക്കണമെന്ന്. ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് വധശിക്ഷ എന്താണ്, കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, ഏ സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുൽ ഖിസാസ്, നിങ്ങൾക്ക് പ്രതിക്രിയ നിയമമാക്കിയിരിക്കുകയാണ്, ഫിൽ ഖത്ല, കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിൽ. എന്നിട്ട് ഖുർആൻ തുടർന്ന് പറയുന്നുണ്ട്, ഫമൻ ഉഫിയ മിൻ അഖീഹി ഷൈഉൻ ഫത്തിബാഉൻ ബിൽ മഅറൂഫ് വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ. അങ്ങനെ തുടർന്ന് ഖുർആൻ പറഞ്ഞു വരുന്ന നിയമം അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ ഖുർആനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒന്നാമത് ഒരു ജീവൻ അന്യായമായി ഹനിക്കപ്പെട്ടാൽ അതിന് കൊടുക്കേണ്ടത് തത്തുല്യമായ വധശിക്ഷയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും ഇളവ് നൽകുന്ന വിധികൾ ഖുർആൻ പറയുന്നുണ്ട്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി, ആ കൊല്ലപ്പെട്ടയാളുടെ ബന്ധുക്കൾ, സഹോദരൻ, കുടുംബം അവർക്ക് മാപ്പ് നൽകിയാൽ ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ, അപ്പോ അവർക്ക് ന്യായമായ നിലയിൽ നഷ്ടപരിഹാരം ഈടാക്കിക്കൊണ്ട് ഒത്തുതീർപ്പാവാം. അപ്പൊ കുടുംബത്തിന്റെ മാപ്പ്, കൊല്ലപ്പെട്ടയാളുടെ കുടുംബം തീരുമാനിക്കുകയാണ് കൊലപാതകി അയാള് വിട്ടയക്കപ്പെടേണ്ട ആളാണ് എന്ന് തോന്നിയാൽ അവർക്ക് മാപ്പ് കൊടുക്കാം. അത് എല്ലാവരും ചേർന്ന് മാപ്പ് കൊടുക്കണം. കുടുംബത്തിൽ സഹോദരന്മാരും അവരുടെ മാതാപിതാക്കൾ ഒക്കെ ആയിട്ടുള്ള അടുത്ത രക്തബന്ധുക്കൾ അവരാണ് മാപ്പ് കൊടുക്കേണ്ടത്. അങ്ങനെ മാപ്പ് കൊടുത്താൽ അത് മാപ്പായി കണക്കാക്കും. എന്നാൽ അൽ ഖൂദു ലാ യതബഅലു ഫഇദാ അഫൽ ബഅലു വതലബൽ ബഅലു വജബൽ ഖൂദു എന്ന് പറഞ്ഞാൽ പ്രതിക്രിയ. അതിൽ ഇമാമിങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് പ്രതിക്രിയ അത് വേണമെന്ന് ചിലരും വാദിച്ചു, വേറെ ചില ആളുകൾ പറഞ്ഞു മാപ്പ് കൊടുക്കണമെന്നും പറഞ്ഞാൽ അങ്ങനെ ഭാഗികമായ മാപ്പ് കൊണ്ട് അത് സ്വീകരിക്കപ്പെടൂല, അത് നടപ്പിലാവൂല. മറിച്ച് എല്ലാവരും ഒരേപോലെ വാദിക്കുകയാണ് അവർക്ക് മാപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞാൽ കോടതിക്ക് മാപ്പ് കൊടുക്കാം. ഒരാള് പറയുകയാണ്, ഇപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ അബ്ദുൽ ഫത്താഹ് തലാൽ എന്ന് പറയുന്ന മഹദി എന്ന് പറയുന്ന
ഇദ്ദേഹത്തിന്റെ സഹോദരൻ പറയാണ്, ഇല്ല, പ്രതിക്രിയ നടപ്പാക്കിയേ പറ്റുള്ളൂ എന്ന വാർത്തകൾ കാണുന്നു. അങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് ശിക്ഷ കൊടുക്കുക തന്നെ ചെയ്യണം. വധശിക്ഷയല്ലാതെ വേറെ പരിഹാരമില്ല, മാപ്പ് കൊടുക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിക ശരീഅത്തിന്റെ പ്രമാണം. മറ്റൊന്ന് ദിയാദനമാണ്, ദിയത്ത് കൊടുക്കണം, ബ്ലഡ് മണി. വമൻ ഖതല മുഅ്മിനൻ ഖതഅൻ ഫതഹരീറു റഖബത്തിൻ വദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലി. ഒരു മുഅ്മിനെ കൊന്നാൽ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊന്നാൽ ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കണം. അതായത് ഒരു ഭാഗത്ത് ഒരു മനുഷ്യന്റെ ജീവൻ എടുത്താൽ അതിന്റെ പാപപരിഹാരമായി പലപ്പോഴും ഖുർആൻ പറയുന്നത് എന്താ? ഒരു അടിമയെ മോചിപ്പിക്കണമെന്നാണ്. ഇന്ന് അടിമത്ത സമ്പ്രദായം ഇല്ല എന്ന് പറഞ്ഞാൽ അടിമത്ത സമ്പ്രദായം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിൽ മറുഭാഗത്ത് മറ്റൊരു മനുഷ്യനെ ജീവിക്കാൻ വിടുക എന്നുള്ളതാണ് പ്രതിക്രിയ. എത്ര മനോഹരമായ സാമൂഹിക സങ്കല്പമാണ് ഇസ്ലാം മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഒരാൾ മരിച്ചു പോയാൽ വേറൊരാളെ ജീവിക്കാൻ വിടുകയാണ്. അടിമത്തം എന്നത് മരണത്തിന് തുല്യമാണ്. അത് ഇല്ലാതാക്കാൻ വലിയ പാപങ്ങൾക്കുള്ള പരിഹാരമായിട്ട് പരിശുദ്ധ ഖുർആൻ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അല്ലെങ്കിലോ ആ സമ്പ്രദായമൊന്നും നിലവിലില്ലാത്തൊരു സമൂഹത്തിൽ വദിയത്തുൻ മുസല്ലമത്തുൻ ഇലാ അഹ്ലി, കുടുംബത്തിന് സ്വീകാര്യമായ ദിയ, ബ്ലഡ് മണി കൊടുക്കണം എന്നാണ്. എന്താണോ കൊടുക്കേണ്ടത് അതിന് ഒരു മനുഷ്യ ജീവന് എത്രമാത്രം വിലമതിക്കുന്നുവോ ആ ബന്ധുക്കൾ ആവശ്യപ്പെടുന്ന ദിയാദനം അഥവാ ദിയത്ത്, ബ്ലഡ് മണി അവർക്ക് നൽകേണ്ടതുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഇനി ഈ കൊലപാതകം അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്ന് ഇസ്ലാമിക കോടതിക്ക് മുമ്പിൽ തെളിഞ്ഞാൽ, ഖതഅൻ മനഃപൂർവ്വമല്ല, അത് അബദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ള കൊലയാണ് എങ്കിൽ ഈ പറയപ്പെട്ട വധശിക്ഷ ഒഴിവാക്കപ്പെടുന്നതാണ്. പകരം അവർക്ക് നോമ്പും അതേപോലെ തന്നെ ദിയാദനവും നൽകിക്കൊണ്ട് അതിൽ നിന്നും അവരെ ഒഴിവാക്കാം എന്നാണ് ഖുർആനും ഹദീസും എല്ലാം മുമ്പോട്ട് വയ്ക്കുന്നത്. അതുപോലെ തന്നെ സ്വയം പ്രതിരോധാർത്ഥം ഒരാളെ ചെയ്യണം. ഒരാളെ സ്വന്തം ശരീരത്തിന് അപകടപ്പെട്ടു പോകും എന്ന് കാണുമ്പോൾ ചെയ്യുന്ന സെൽഫ് ഡിഫൻസ്, സ്വന്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ശ്രമത്തിന്റെ ഭാഗമായി കൊല സംഭവിച്ചതാണെങ്കിൽ ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഷറഹുൽ മുഹദ്ദബിൽ ഇമാം ഷിറാസി പറയുന്നുണ്ട്, എന്താണ് ആത്മപ്രതിരോധാർത്ഥം സെൽഫ് ഡിഫൻസിന്റെ ഭാഗമായിട്ടാണ് ഒരാൾ കൊല്ലപ്പെട്ടതെങ്കിൽ അതിൽ പ്രതിക്രിയയില്ല. കാരണം ന്യായമായ കൊലയാണ്. അദ്ദേഹം ന്യായമായ കൊലയാണ് നടത്തിയിട്ടുള്ളത് എന്നാണ്. അപ്പൊ ആ അർത്ഥത്തിലും അവിടെ വധശിക്ഷ ഒഴിവാക്കപ്പെടുന്നതാണ്. മറ്റൊന്ന്, തെളിവ് ശക്തമല്ല, സംശയത്തിന്റെ ആനുകൂല്യം നൽകപ്പെടേണ്ടതുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിലും അവിടെ സത്യവും അസത്യവും കൂടിക്കലർന്ന് വ്യക്തതയില്ലാത്ത നിലയിൽ അവിടെ അവ്യക്തത നിലനിൽക്കുന്ന ഒരു കേസന്വേഷണമാണ് അല്ലെങ്കിൽ തെളിവുകളാണ് കിട്ടിയിട്ടുള്ളതെങ്കിലും അവിടെ ഹദ് ഒഴിവാക്കണം എന്നുള്ളതാണ് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഇങ്ങനെയല്ല പരിശുദ്ധ ഇസ്ലാമിൽ, ഞാൻ പറഞ്ഞു വരുന്നത്, പരിശുദ്ധ ഇസ്ലാമിൽ ഒരു അറബ് രാജ്യത്ത് യമനി ദേശത്ത് ഒരു പെൺകുട്ടിയെ കൊലപാതകത്തിന്റെ പേരിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അതിനെ റദ്ദ് ചെയ്യാൻ വേണ്ടി ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഇടപെടലുകൾ നടത്തുന്നു. അതിനിടയിൽ നമ്മുടെ AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ് അവർ ഇടപെട്ടിട്ട് അതിനെ മരവിപ്പിക്കുന്നു. അങ്ങനെയൊക്കെ നടക്കുമ്പോൾ ആകെ ഒരു ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യരെ ക്രൂരമായി തൂക്കിക്കൊല്ലുന്ന, വെടിവെച്ചു കൊല്ലുന്ന ഒരു പ്രത്യേക പ്രാകൃത നിയമത്തിന്റെ മതമാണ് എന്ന് തോന്നണ്ട. മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ ഇവിടുത്തെ ശിക്ഷാ സമ്പ്രദായം IPC ആണെങ്കിലും അതേപോലെ തന്നെ ഇവിടുത്തെ ക്രിമിനൽ ശിക്ഷാ നിയമ സമ്പ്രദായങ്ങളാണെങ്കിലും ഇതൊക്കെ തന്നെയാണ്. ശരിയായ ഒരു കൊലപാതകം നടന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ വധശിക്ഷയാണ് അയാൾക്ക് പരിഹാരം. അല്ലെങ്കിൽ അയാളെ ആജീവനാന്തം തടവിലിടുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അയാളിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കലൊക്കെയാണ് ആ പുസ്തകങ്ങളിലും ഉള്ളത്. അപ്പോ ഈ വധശിക്ഷാ നിയമം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ മാത്രം കുത്തകയല്ല. പക്ഷെ ഇസ്ലാം അതിന് മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട സാമൂഹ്യ തത്വം എന്താണ്, ലോജിക്ക് എന്താണ്? വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ, നിങ്ങൾക്ക് പ്രതിക്രിയയിൽ ജീവിതമുണ്ട് എന്നാണ്.
എന്തിനാണ്? സമൂഹത്തിൽ ഒരാൾ അന്യായമായി നേരത്തെ സൂചിപ്പിച്ച പ്രകാരമൊന്നും ഇളവ് നൽകപ്പെടാനാവാത്ത വിധത്തിൽ ഒരാൾ കൊലപാതകം ചെയ്താൽ അയാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന് പറഞ്ഞത് സമൂഹത്തിൽ പിന്നെയും ആളുകൾക്ക് ജീവിക്കേണ്ടതുണ്ട്. അവർക്ക് ജീവിക്കേണ്ടതുണ്ട്. വലക്കും ഫിൽ ഖിസാസ്, നിങ്ങൾക്ക് പ്രതിക്രിയയിൽ ജീവിതമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. യാ ഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവരെ, ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വ സൂക്ഷ്മതയുള്ളവരായി തീരാൻ വേണ്ടിയാണ്. ചിന്തിക്കുന്നവർക്ക്, സാമൂഹ്യ നിരീക്ഷകന്മാർക്ക്, തത്വശാസ്ത്രജ്ഞന്മാർക്ക്, നിയമ നിർമ്മാതാക്കൾക്ക് ഒക്കെ കണ്ടെത്താൻ പറ്റുന്ന കൃത്യമായ ഒരു ലോജിക് അതിന്റെ ഉള്ളിലുണ്ട്. അത് സുരക്ഷ, സാമൂഹിക സുരക്ഷ, ജീവന് സുരക്ഷ, അത് ഉണ്ടാകണം. കാരണം എന്താ? അങ്ങേയറ്റം അപകടകാരികളായ ആളുകൾ സമൂഹത്തിൽ ജീവിച്ചിരുന്നാൽ അത് സമൂഹത്തിന് ഭീഷണിയാണ്. അവനെ വകവരുത്തേണ്ടതുണ്ട്. അതിന് ഇനി ബന്ധുക്കൾ മാപ്പ് കൊടുക്കുകയാണെങ്കിൽ, ദിയാധനം വാങ്ങിയിട്ട് വിട്ടയക്കുകയാണെങ്കിൽ, അത് അവർക്ക് ആ മനുഷ്യൻ മരിച്ചുപോയതിന്റെ പേരിൽ ആ കുടുംബം അനുഭവിക്കുന്ന അനാഥത്വവും അത്താണിയില്ലായ്മയ്ക്കും പരിഹാരമായി അവർക്ക് ജീവിക്കാനുള്ള ഒരു വഴിയായി മാറുന്നത് കൊണ്ട് അതിന് മാപ്പ് നൽകപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോ ഇതേപോലെ തന്നെ നിങ്ങൾ നോക്കൂ, ഇസ്ലാമിലെ ശിക്ഷാ സമ്പ്രദായം ഇതേപോലെ ശരിക്കും ശിക്ഷ ഏർപ്പെടുത്തിയാൽ, ശിക്ഷ നടപ്പാക്കേണ്ട വിഷയങ്ങളിൽ ശിക്ഷ ഏർപ്പെടുത്തിയാൽ സമൂഹത്തിന് സുരക്ഷിതത്വം ഉണ്ടാകും. അത് വധശിക്ഷ മാത്രമല്ല, ചില വിഷയങ്ങളിൽ മോഷ്ടാവിന്റെ കരച്ഛേദമാണ് ഇസ്ലാം മുമ്പോട്ട് വയ്ക്കുന്നത്. മോഷ്ടാവിന്റെ കൈവെട്ടുക എന്നുള്ളതാണ്. ഇസ്ലാം എന്ത് പ്രാകൃതമാണ് എന്ന് തോന്നണ്ട. അവിടെ എന്താണ് ഇസ്ലാം മുമ്പോട്ട് വെച്ചത്? ഇസ്ലാം മുമ്പോട്ട് വെച്ചത് മനുഷ്യന്റെ പട്ടിണിക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള മാർഗങ്ങൾ. സക്കാത്ത് നിർബന്ധമാക്കി. സദഖ അത് സമൂഹത്തിൽ പട്ടിണി ഉള്ളപ്പോൾ അവന് നിർബന്ധമാണ്, സുന്നത്തല്ല. അപ്പൊ ഇതേപോലെ നിർബന്ധമായ ദാനക്രമങ്ങൾ ഇസ്ലാം മുമ്പോട്ട് വെച്ച് ഒരു സമൂഹം, ഒരു രാഷ്ട്രം അവിടെ പട്ടിണി മുക്തമായ ഒരു രാഷ്ട്രമായി, ഒരു സമൂഹമായി നിലനിൽക്കുമ്പോൾ, അവിടെ വിശപ്പിന്റെ പേരിൽ ഒരാൾക്ക് മോഷ്ടിക്കേണ്ടി വരുന്ന അവസ്ഥയില്ലാതിരിക്കുമ്പോൾ, പിന്നെയും ഒരുത്തൻ മോഷ്ടിക്കാൻ ശ്രമിച്ചാൽ അവന്റെ ആമാശയത്തിന്റെ പ്രശ്നമല്ല, അവന്റെ മനോരോഗത്തിന്റെ പ്രശ്നമാണ്. അവന്റെ കൈ ഉള്ളിടത്തോളം അവൻ മോഷണം നടത്തും, അവന്റെ കൈ വെട്ടേണ്ടതുണ്ട്. മാത്രമല്ല, ഇത് സമൂഹത്തിന് പാഠമാണ്. കൈയില്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് അപമാനമാണ്. അങ്ങനെ കൈയില്ലാത്ത ഈ നിയമമാക്കിയിട്ടും അറേബ്യയിൽ അന്നും ഇന്ന് ലോകത്ത് അറബ് രാജ്യങ്ങൾ സഞ്ചരിക്കുമ്പോഴും കൈയില്ലാത്ത എത്ര ആളുകളാണ് നമ്മൾ കാണുന്നത്? അങ്ങനെ ഉണ്ടോ സാർവത്രികമായ ഒരു കൈയില്ലാത്തൊരു സമൂഹം? ഇല്ല. അത്യപൂർവമായി ആളുകൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന ഒരു ശിക്ഷ സമ്പ്രദായം, അതിന്റെ പേരിൽ സമൂഹത്തിൽ മോഷണം എന്നത് പാടെ എടുത്തു പോകുന്ന ഒരവസ്ഥയാണ് ഇസ്ലാം സംജാതമാക്കിയിട്ടുള്ളത്. വിവാഹിതനായ വ്യഭിചാരിയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്ന നിയമം ഇസ്ലാമിൽ. എന്ന് പറഞ്ഞാൽ ഒരാൾ വ്യഭിചാരം ചെയ്യുന്നത് എന്താണ്? കാരണം അയാളുടെ ലൈംഗികമായ തൃഷ്ണ, ചോദന ശമിപ്പിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വരുമ്പോ അയാൾക്ക് മനുഷ്യന്റെ സ്വാഭാവികമായ ശാരീരികമായ ഭോഗതൃഷ്ണയെ ശമിപ്പിക്കാൻ ഉള്ള മാർഗമാണ് വിവാഹം സുന്നത്തായി പ്രതിഫലാർഹമായ ഇബാദത്തായി നിശ്ചയിച്ചു കൊടുത്തത്. നീയും നിന്റെ ഭാര്യയും തമ്മിൽ ഭോഗത്തിൽ ഏർപ്പെടുന്നത് ഇബാദത്താണ്, പ്രതിഫലാർഹമാണ്, സാലിഹായ അമലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് പുണ്യകരമാക്കി ഉയർത്തിയതിന്. അതോടൊപ്പം നിനക്കിനി നീ ഒരു പ്രത്യേക ശരീരപ്രകൃതിയുള്ളവനും അതോടൊപ്പം തന്നെ നിനക്ക് സാമ്പത്തിക ശേഷിയുള്ളവനുമാണ്. നിനക്ക് വേറെ പിന്നെയും നിന്റെ മനസ്സിനെ അടക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ പ്രത്യേക റെയർ കേസാണ് നീ. നിനക്ക് വേണമെങ്കിൽ അടുത്ത ഒരു വിവാഹം കൂടെ കഴിക്കാം. എന്നാലും നിനക്ക് പറ്റുന്നില്ല. അപ്പോൾ പിന്നെ 3, 4 വരെ ആകാം എന്നുള്ളത് സമൂഹത്തിലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ചില പ്രത്യേക മനുഷ്യന്മാർക്ക് അനുവദിച്ചു അവരെ ബാലൻസ് ചെയ്യാൻ,
സമൂഹത്തെ സന്തുലിതമാക്കി നിർത്താൻ വേണ്ടി അനുവദിച്ചു കൊടുത്തിട്ടുള്ള എക്സെപ്ഷനുകളാണ് ചില പ്രത്യേകമായ നിയമങ്ങൾ. അപ്പൊ എന്നിട്ടും പിന്നെ ഒരുത്തൻ വ്യഭിചരിക്കാൻ നടന്നാൽ പിന്നെ ആ നാട്ടിൽ ഉമ്മമാർക്ക്, പെങ്ങന്മാർക്ക്, പെൺമക്കൾക്ക് സുരക്ഷിതത്വം ഉണ്ടാവൂല. അതുകൊണ്ട് അവന് വധശിക്ഷ വിധിക്കുകയാണ് ഇസ്ലാം ചെയ്തത്. അപ്പൊ ഇവിടെയെല്ലാം ഇതേപോലെ മനുഷ്യന്റെ ജീവന് വില കൽപ്പിക്കാതെ കലാപങ്ങളും കൊലപാതകങ്ങളും നടത്തുന്ന ആളുകൾ, അവർക്ക് വധശിക്ഷയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സമൂഹത്തിന്റെ ജീവിതം സുരക്ഷിതമാകണം. മാത്രമല്ല, വ്യഭിചാരത്തിന് ശിക്ഷ ഏർപ്പെടുത്തുമ്പോ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താണ്? പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ആ ശിക്ഷാ സമ്പ്രദായം അത് നടപ്പിലാക്കുമ്പോൾ വേറെ കുറെ ആളുകൾ അവിടെ ഉണ്ടാകുമല്ലോ. സത്യവിശ്വാസികളിൽ നിന്നും മറ്റൊരു സംഘം ആ ശിക്ഷയ്ക്ക് സാക്ഷികളായി നിൽക്കട്ടെ എന്നാണ്. സമൂഹത്തിന് കാണാനുള്ള, ലൈവായി അത് കാണിച്ചു കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് കൂടി ചെയ്യണം. എന്തിനാണ്? ഇത് പൊതുസമൂഹത്തിന് പാഠമായി തീരാനാണ്. അപ്പൊ ഇങ്ങനെ മോഷ്ടിച്ചാൽ, ഇങ്ങനെ വ്യഭിചാരം നടത്തിയാൽ, അതല്ലെങ്കിൽ ഇതേപോലെ കൊലപാതകം നടത്തിയാൽ സമൂഹത്തിൽ സ്വസ്ഥമായി ജീവിക്കാൻ പറ്റില്ല, സമൂഹത്തിൽ അന്തസ്സോടെ ജീവിക്കാൻ കഴിയില്ല എന്ന ഒരവസ്ഥ ഉണ്ടായിത്തീരേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് സമൂഹത്തിന് നിർഭയത്വവും സുരക്ഷിതത്വവും ഉണ്ടാകുന്നത്. നിങ്ങൾ നോക്കൂ, ഇത്തരം നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്താണ് ഏറ്റവും കൂടുതൽ മനുഷ്യർ നിർഭയരായി ജീവിക്കുന്നത്. ഏറ്റവും കൂടുതൽ നിർഭയരായി ജീവിക്കുന്നത് നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ മോഷണം കുറഞ്ഞ സ്ഥലം, പിടിച്ചുപറികൾ കുറഞ്ഞ സ്ഥലം, കൊലപാതകങ്ങൾ കുറഞ്ഞ സ്ഥലം, ക്രിമിനൽ കുറ്റങ്ങൾ കുറഞ്ഞ സ്ഥലം, ഇത്തരത്തിൽ സാമൂഹികമായ പാഠം നൽകാൻ പറ്റുന്ന നിലയിൽ ഇസ്ലാമിക ശിക്ഷാ സമ്പ്രദായങ്ങൾ നിലനിൽക്കുന്ന രാജ്യത്ത് അത്തരത്തിൽ സാമൂഹിക സുരക്ഷ, മറ്റുള്ള അതിന്റെ സുരക്ഷയുടെ ഗ്രാഫ് ഉയർന്നു നിൽക്കുന്നതായി കാണാൻ കഴിയും മറ്റു രാജ്യങ്ങളെക്കാൾ. സഹോദരന്മാരെ, അത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാം കണ്ടതെന്താണ്? ഒരിക്കല് മഖ്സൂമി ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീ മോഷണം നടത്തി. മഖ്സൂമി ഗോത്രം എന്ന് വെച്ചാൽ വലിയ ഉന്നത തറവാടാണ്. അവിടെയുള്ള ഒരു പെൺകുട്ടി മോഷണം നടത്തി. അപ്പൊ മോഷണം നടത്തിയപ്പോ ആ നാട്ടിലെ ആ പെൺകുട്ടിയുടെ കൈവെട്ടേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിയമം നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോഴുണ്ട് ആ ഗോത്രത്തിൽപ്പെട്ട ആളുകൾ വന്നിട്ട്, ഇത് അപമാനമാണല്ലോ, നമ്മുടെ ഗോത്രക്കാരി ഒരു സ്ത്രീ ഇങ്ങനെ കയ്യില്ലാതെ നടക്കുന്നത് ഗോത്രത്തിന് മുഴുവൻ അപമാനമാണ്. അതുകൊണ്ട് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട അനുചരൻ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് നമുക്ക് ശുപാർശ ചെയ്യാം. നബിയോട് ഇതൊന്ന് ഇളവ് കിട്ടണം, ഇത് ഞങ്ങളുടെ മൊത്തം അഭിമാന പ്രശ്നമാണ് നബിയെ. അങ്ങനെ ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശുപാർശ ചെയ്തു. ശുപാർശ ചെയ്യേണ്ട താമസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം അങ്ങ് ചുവന്ന് വിവർണമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതശ്ഫഉ ഫി ഹദ്ദിൻ മിൻ ഹുദൂദില്ലാഹ്, അല്ലാഹു ഏർപ്പെടുത്തിയ ഒരു ശിക്ഷാ സമ്പ്രദായത്തിന്റെ പേരിലാണോ നീ എൻ്റെ അടുത്ത് ശുപാർശയ്ക്ക് വന്നിരിക്കുന്നത്? തീർച്ചയായും ഇന്നമാ അഹ്ലക മൻ കാന ഖബലകും, നിങ്ങളുടെ പൂർവികർക്ക് നാശം വന്നുപെട്ടതിന്റെ കാരണം എന്താണ്? അവരുടെ കൂട്ടത്തിലുള്ള ഉയർന്ന തറവാട്ടിൽപ്പെട്ട ഉന്നത കുലജാതരായ സവർണന്മാരായ മേലാളന്മാരായ ആളുകൾ അവർ കുറ്റം ചെയ്താൽ വെറുതെ വിടുകയും അവരിലുള്ള പാവങ്ങൾ കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പറയുന്നു, നിങ്ങളുടെ രാജ്യത്തിന്റെ ഭരണാധിപനായ, നിങ്ങളുടെ അമീറായ, നിങ്ങളുടെ നേതാവായ, നിങ്ങളുടെ ഖലീഫയായ, നിങ്ങളുടെ ഭരണാധിപനായ ഞാൻ, ലൗ അന്ന ഫാത്തിമത ബിന്തു മുഹമ്മദിൻ ലഖതഅ മുഹമ്മദുൻ യദുഹാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് മോഷ്ടിച്ചതെങ്കിലും ഈ മുഹമ്മദ് അവരുടെ കൈ വെട്ടുക തന്നെ ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഇസ്ലാമിന്റെ കർശനമായ നിയമനിർദ്ദേശം. അപ്പൊ വിട്ടുവീഴ്ചയില്ലാത്ത
ശിക്ഷാ സമ്പ്രദായങ്ങൾ, പ്രതിക്രിയാ നിയമങ്ങൾ, ഹുദൂദുകൾ, ഖിസാസുകൾ, തഅ്സീറുകൾ, ഇതെല്ലാം നിലനിന്ന ഒരു സമൂഹത്തിൽ അവിടെ നിർഭയത്വവും നീതിയും ഉണ്ടായിരുന്നു, നൈതികതയുണ്ടായിരുന്നു, സംസ്കാരമുണ്ടായിരുന്നു, സുരക്ഷിതത്വം ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ ഈ ശുപാർശകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒന്ന് ശരിക്കും ശിക്ഷാർഹയായ ഒരു പെൺകുട്ടി നമ്മുടെ ദേശക്കാരിയാണ്, നമ്മുടെ മതക്കാരനാണ്, അല്ലെങ്കിൽ നമ്മുടെ ഗോത്രക്കാരനാണ് എന്നതിന്റെ പേരിൽ രക്ഷപ്പെട്ടു പോകാനും പാടില്ല. അത് നമ്മുടെ അനീതി, നിങ്ങൾക്കെതിരാണ് അനീതിയെങ്കിലും, നിങ്ങൾക്കെതിരാണ് വിധി വരേണ്ടതെങ്കിലും അതിലും നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യരുത്. നമുക്കെതിരാണെങ്കിൽ പോലും നീതിയുടെ പക്ഷത്തെ നിൽക്കാവൂ. നമ്മുടെ രാജ്യക്കാരിയാണ്, നമ്മുടെ ഗോത്രക്കാരിയാണ്, നമ്മുടെ മതത്തിന്റെ ആളാണ്, നമ്മുടെ ദേശത്തിന്റെ ആളാണ്, നമ്മുടെ ഭാഷ സംസാരിക്കുന്നയാളാണ്. ഇല്ല, ശിക്ഷയ്ക്ക് അർഹരാണെങ്കിൽ അത് ഈ രാജ്യത്താണെങ്കിലും അന്യരാജ്യത്താണെങ്കിലും ശിക്ഷയ്ക്ക് അർഹരായവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. പക്ഷേ അവിടെ നിയമത്തിന്റെ വഴികളിലൂടെ അവർക്ക് വധശിക്ഷകൾ ഒഴിവാക്കാനുള്ള പഴുതുകൾ ഉണ്ടെങ്കിൽ ന്യായമായ നിലയിൽ അത് അവർക്ക് കിട്ടുകയും വേണം. ഇതാണ് അക്കാര്യത്തിലുള്ള നമ്മുടെ നിലപാട്. പക്ഷെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്നത് നമ്മുടെ ഈ ഇടപെടലിന്റെ വ്യഗ്രതകൾ ഒരിക്കലും നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഈ മുഖച്ഛായ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ ഇവിടെ എല്ലാവർക്കും സർവ്വസ്വീകാര്യനാണ്, ഞങ്ങളുടെ സമുദായത്തിന്റെ പ്രശ്നത്തിൽ പോലും ഇടപെട്ടില്ലെങ്കിലും അന്യ സമുദായത്തിൽപ്പെട്ട ഒരാളെ അവരുടെ ജീവൻ രക്ഷിക്കാൻ, പട്ടിണി മാറ്റാൻ, വീട് വെക്കാൻ, അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ മുമ്പിലുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളെ ഒന്നും ചെയ്യരുതേ, ഞങ്ങൾ ഇവിടെ ഏറ്റവും വലിയ മതേതരത്വത്തിന്റെ ആളുകളാണ്, അയ്യോ അണ്ണ അടിക്കരുത് എന്ന് പറയുന്ന ഒരു ക്ഷമാപണത്തിന്റെയും ഒരു ദയാദാക്ഷിണ്യത്തിന്റെയും സ്വരം ആവരുത് ഇതിന്റെ പിന്നിലുള്ളത്. മറിച്ച് മനുഷ്യരാണ്, എല്ലാവരും തുല്യരാണ്. ആ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ ഹിന്ദുവിനും മുസ്ലിമിനും ക്രൈസ്തവനും മതമില്ലാത്തവനുമെല്ലാം അവന് അന്യായം നേരിട്ടാൽ, അവന് പട്ടിണി ഉണ്ടായാൽ, അവന് നീതി നിഷേധിക്കപ്പെട്ടാൽ അത് നേടിക്കൊടുക്കാൻ നമ്മളുണ്ടാകും, എല്ലാവർക്കും നേടിക്കൊടുക്കുന്നത് പോലെ. അല്ലാതെ മുസ്ലിം സമുദായത്തിന്റെ ആളുകൾ വധശിക്ഷ കാത്ത് സ്വദേശത്ത് പോലും ജയിലിൽ കിടക്കുന്നു, അന്യായമായ തടങ്കലികളിൽ കിടക്കുന്നു, പട്ടിണിയും കഷ്ടപ്പാടും അനുഭവിക്കുന്നു, അതേപോലെ തന്നെ തല്ലിക്കൊലകൾക്ക് ഇരയാക്കപ്പെടുന്നു, പള്ളികൾ ബുൾഡോസ് ചെയ്ത് ഇടിച്ച് നിരപ്പാക്കുന്നു, മുസ്ലിം താമസ മേഖലകളിൽ അസാമിൽ ഉൾപ്പെടെ ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്നു, ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു, വഖഫ് നിയമങ്ങൾ പരിഷ്കരിച്ചിട്ട് മുസ്ലിങ്ങളുടെ ഭൂമികൾ തട്ടിയെടുക്കുന്നു. ഇത്തരത്തിലുള്ള 100,000 പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് മുസ്ലിം പക്ഷത്ത് നിന്ന് ഇരകളുടെ സമൂഹത്തിന്റെ പണ്ഡിതനാണ്, നേതാവാണ് എന്ന നിലയിൽ അവർക്ക് നീതി വാങ്ങിക്കൊടുക്കാൻ മുമ്പിലുണ്ടാകുമ്പോഴാണ് മറ്റൊരാൾക്ക് വേണ്ടിയും നീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നത്, നീതിയാകുന്നത്, സമത്വമാകുന്നത്, സാഹോദര്യമാകുന്നത്, സഹിഷ്ണുതയാകുന്നത്. അങ്ങനെ അല്ലാതെ ഒരു പ്രത്യേകമായ കോഡിലേക്ക് മാത്രം നമ്മൾ നല്ല കുട്ടികളാവാൻ ശ്രമിക്കുമ്പോൾ അത് ചില മനോവൈകല്യങ്ങളുടെ ഭാഗമായിരിക്കും. പിന്നെ ഒന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ളത്, നമ്മളിവിടെ ആളുകൾക്ക് നന്മ ചെയ്തു കൊടുക്കുന്നത് ആരുടെയും ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല. നമ്മൾ മുസ്ലിങ്ങൾ നല്ലവരായിട്ടാണ് ജനിച്ചത്, നല്ലവരായിട്ടാണ് വളരുന്നത്, നല്ലവരായിട്ടാണ് ജീവിക്കുന്നത്, നല്ലവരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അനീതി, അസത്യം, അന്യായം, അക്രമം നമ്മുടെ പ്രവർത്തനത്തിന്റെ അജണ്ടയിലേ ഇല്ല. അങ്ങനെയുള്ള നമ്മൾ ഇനി ആരുടെ മുമ്പിലാണ് എന്ത് ഗുഡ് സർട്ടിഫിക്കറ്റ് ആണ് കാണിക്കേണ്ടത്? ആടിനെ പട്ടിയാക്കുക, പട്ടിയെ പേപ്പട്ടിയാക്കുക, പേപ്പട്ടിയെ പൊതുനിരത്തിൽ തല്ലിക്കൊല്ലുമ്പോൾ നിഷ്ക്രിയരായി ജനക്കൂട്ടം നോക്കി നിൽക്കുക. ഈ ഒരു സ്വഭാവം, ഇത് ഗീബൽസിന്റെ തന്ത്രം ഇവിടെ സംഘപരിവാർ ഉപയോഗിച്ച് മുസ്ലിങ്ങളെ മുഴുവൻ മോശക്കാരാക്കി, പേപ്പട്ടികളാക്കി മാറ്റി പൊതുനിരത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ ചോദിക്കാനും പറയാനും ആളില്ലാത്ത അവസ്ഥയുണ്ടാക്കി വെക്കുന്ന ഒരു കാലമാണ്.
നിങ്ങൾ നോക്കൂ, നിമിഷപ്രിയക്ക് AP ഉസ്താദ് ഒരു സഹായം ഒരു ഫോൺ കോളിലൂടെ അദ്ദേഹത്തിന്റെ സ്വാധീനത്തിൽ നേടിക്കൊടുക്കാൻ ശ്രമിച്ചപ്പോ ഈ കേരളത്തിലെ ഇന്ത്യയിലെ മൊത്തം മതേതര വിഭാഗങ്ങൾ എല്ലാവരും ഒരേപോലെ അഭിനന്ദിച്ചോ? ഇല്ല. മനോരോഗികളായ സംഘപരിവാറുകാര് അവിടെ അങ്ങേയറ്റം സൈബർ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അദ്ദേഹത്തെ തേജോവധം ചെയ്യാനല്ലേ ശ്രമിച്ചത്? എന്തുകൊണ്ടാണ്? ചില ആളുകളെ നമുക്ക് നന്മ ചെയ്ത് തിരുത്താൻ കഴിയില്ല. അവരുടെ ജന്മം തന്നെ വെറുപ്പിൻ്റെതാണ്. അവരുടെ വളർച്ചയും ഉയർച്ചയും പ്രചാരവും എല്ലാം വെറുപ്പിൻ്റെതാണ്. അതുകൊണ്ട് അവരെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് കഴിയില്ല. അവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി, ദേശീയ ഗവൺമെന്റിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി, നമുക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ഒരു പ്രത്യേക തരത്തിലുള്ള നിലപാടിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. മറിച്ച് നമ്മൾ മുസ്ലിം സമുദായം അനീതിക്കിരയായാൽ, മറ്റു ജനവിഭാഗങ്ങൾ അനീതിക്കിരയായാൽ ആരെയും ഭയപ്പെടാതെ നിർഭയമായി ശബ്ദിക്കാനും പ്രവർത്തിക്കാനും ഇടപെടാനും നമ്മുടെ പണ്ഡിതന്മാർക്ക് നേതാക്കൾക്കും എന്ന് കഴിയുമോ അന്ന് മാത്രമേ നമുക്ക് ശരിയായ ഒരു നേതൃത്വം ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയൂ. അന്ന് മാത്രമേ നമ്മൾ ഒരു അച്ചടക്കമുള്ള ഭദ്രതയുള്ള ഒരു സമൂഹമാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലാ യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലുകും ഫിദ്ദീൻ. ദീനിന്റെ കാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകൾ, വലം യുഖ്രിജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നാടുകളിൽ നിന്ന് നിങ്ങൾ ആട്ടിപ്പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കാത്തവർ, അവരുടെ കാര്യത്തിൽ അല്ലാഹു വിലക്കുന്നില്ല. അവർക്ക് നന്മ ചെയ്യുന്നതിനെ, അവർക്ക് നീതി ചെയ്തു കൊടുക്കുന്നതിനെ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിത്തീൻ, അല്ലാഹു നീതിമാന്മാരെ ഇഷ്ടപ്പെടുന്നവനാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന, നമ്മെ കൊല്ലെടുക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കല്ല, അല്ലാത്ത ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ക്രൈസ്തവ മതേതര ജനവിഭാഗങ്ങളുണ്ട്. നമ്മളെ ഇവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കാത്ത, അതിന് കൂട്ടു നിൽക്കാത്ത ആളുകൾ, അവർക്ക് നന്മ ചെയ്യണം, നീതി ചെയ്യണം. അല്ലാഹു വിലക്കിയിട്ടില്ല, നിങ്ങൾ ചെയ്തോളൂ. പക്ഷേ ഒരു കാര്യം കൂടി സൂറത്തുൽ മുംതഹന തൊട്ടടുത്ത ആയത്തിൽ പറയുന്നതിന് അടിവരയിട്ട് പ്രാവർത്തികമാക്കാൻ പണ്ഡിതന്മാരും നേതാക്കളും മുമ്പോട്ട് വരണം. അല്ലാഹു പറഞ്ഞു, ഇന്നമാ യൻഹാകുമുല്ലാഹു അനില്ലദീന ഖാതലൂകും. അല്ലാഹു തആല നിങ്ങളെ വിലക്കുന്നത് ഈ പറയാൻ പോകുന്ന ആളുകളുടെ കാര്യത്തിൽ മാത്രമാണ്. അല്ലദീന ഖാതലൂകും ഫിദ്ദീൻ, മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധത്തിന് വരുന്ന ആളുകൾ, വഅഖറജൂകും മിൻ ദിയാരിക്കും, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നാടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, വളാഹറു അലാ ഇഖ്റാജിക്കും, നിങ്ങളെ പുറത്താക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർക്ക് സഹായവുമായി നിൽക്കുന്ന ആളുകൾ, അൻതവല്ലഹും, നിങ്ങൾ അവർക്ക് നിങ്ങൾ നന്മ ചെയ്യുന്നത്, നിങ്ങൾ അവരെ നിങ്ങൾ ആത്മമിത്രങ്ങളാക്കുന്നത്, തവല്ല വലിയാക്കുക, രക്ഷകന്മാരാക്കുക, മിത്രങ്ങളാക്കുക, രക്ഷകർത്താക്കളാക്കുക. അതിനെ അല്ലാഹു വിലക്കിയിരിക്കുന്നു. ആരെങ്കിലും പടച്ചവന്റെ ദീനിനോട്, മുസ്ലിങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച, അവരുടെ പള്ളികൾ തകർക്കുന്ന, അവരുടെ വീടുകൾ ഇടിച്ചു നിരപ്പാക്കുന്ന, നാട്ടിൽ നിന്ന് പുറത്താക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് അങ്ങേയറ്റം ചങ്ങാത്തം കാണിച്ചവരെ രക്ഷകന്മാരായി കണ്ടാൽ, അവരെ ആരെങ്കിലും ആത്മമിത്രങ്ങളായി കണ്ടാൽ, അവർ അക്രമികളാണ്, അക്രമികൾ. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹന 8-9 ആയത്തുകൾ എടുത്ത് വായിച്ചു നോക്കി. സഹോദരന്മാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് പൊതുസമൂഹത്തിലുള്ള നമ്മുടെ ഇടപെടലുകൾ നമ്മൾ രൂപപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഒന്ന്, മഹാഭൂരിഭാഗം വരുന്ന ജനവിഭാഗത്തിന് സാർവത്രികമായ നീതിയും നന്മയും യാതൊരു നിരുപാധികമായ പിന്തുണയും കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി നിലകൊള്ളണം. എന്നാൽ നമ്മളോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന, നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന, വീടുകൾ തകർക്കുന്ന, ആരാധനാലയങ്ങൾ തകർക്കുന്ന അക്രമികളായ ആളുകൾ, അവരെ നിങ്ങൾ പോയിട്ട് കൂടെ നിന്ന് പോസ് ചെയ്യാനും, ഇഫ്താറിന് വിളിക്കാനും, പെരുന്നാളിന് സൽക്കരിക്കാനും, അവരുടെ കാര്യങ്ങളിൽ പോയി അങ്ങോട്ട് സഹകരിക്കാനും, കല്യാണത്തിന് പങ്കെടുക്കാനും, ഫോട്ടോ എടുക്കാനും, അവരുടെ ആളാണെന്ന് വരുത്തി തീർക്കാനും ശ്രമിക്കുന്നത്, അത് അക്രമികളാണ് അവർ അങ്ങനെ
ചെയ്യുന്നവർ അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരായിട്ടാണ് അള്ളാഹു എണ്ണിയിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാരും നേതാക്കന്മാരും എല്ലാം പരിശുദ്ധ ഖുർആന്റെ ഈ വിലക്കും ഈ നിർദ്ദേശങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനപ്പുറത്തേക്ക് പോയാൽ അള്ളാഹു തആല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവരിൽ നിന്ന് ഇസ്സത്ത് പ്രതീക്ഷിക്കുകയാണോ, അഭിമാനം പ്രതീക്ഷിക്കുകയാണോ? ഒരിക്കലും നിങ്ങൾക്ക് കിട്ടില്ല എന്നും ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു തആല നമ്മളെ ശരിയായ നിലപാടെടുത്ത് എല്ലാവർക്കും നന്മ ചെയ്ത് മുമ്പോട്ട് പോകാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുവിനെ ശത്രുവായി, മിത്രത്തെ മിത്രനായി കണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മെ അല്ലാഹു സഹായിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.